ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അടുത്ത ആഴ്ച തന്നെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രേവതി നല്ല കലക്ക മറുപടി തന്നെ ചന്ദ്രയ്ക്ക് കൊടുക്കുന്നുണ്ട്. കാരണം ചന്ദ്രയാണെങ്കിൽ ശ്രുതിയെ സപ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ടതെല്ലാം ഉണ്ടാക്കി കൊടുക്കാനൊക്കെ രേവതിയോട് പറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മഹിമയ്ക്ക് ഒരു പണി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സച്ചി മഹിമയുടെ പൊങ്ങച്ചമൊക്കെ കാണിക്കാൻ പോവുകയാണ് മഹിമ. ആ പൊങ്ങച്ചത്തിനെയൊക്കെ നാലായിട്ട് മടക്കി കൈ വെച്ച് കൊടുക്കുകയാണ് നമ്മുടെ സച്ചി. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അന്ന് രാവിലെ ആണെങ്കിൽ ജോലിക്ക് പോകാനായിട്ട് ഭയങ്കര മടി പിടിച്ച് കിടക്കുവാണ് നമ്മുടെ ശ്രുതി. എഴുന്നേൽപ്പിക്കാൻ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എണീപ്പിക്കാൻ നോക്കിയിട്ട് ചന്ദ്രയാണെങ്കിൽ അടുത്ത് പോയിരുന്നിട്ട്, മോനെ ശ്രുതി എണീക്കടാ, നീ ഇങ്ങനെ കിടന്നാൽ എങ്ങനെയാ, കട തുറക്കാൻ പോവണ്ടേ നിനക്ക്? ഇന്ന് കട തുറന്നിട്ട് 2ാമത്തെ ദിവസമല്ലേ മോനെ, വാ എണീക്കും മോനെ എന്നൊക്കെ പറഞ്ഞങ്ങ് കൊഞ്ചിക്കുകയാണ്. അപ്പം നമ്മുടെ രവി പറയുന്നുണ്ട്, നീ എന്താ ചന്ദ്രയെ പറയുന്നത്? ഇപ്പോഴും ഇവനോട് ഇങ്ങനെയാണോ പറയുന്നത്? ഇവൻ LKG പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും നീ ഇങ്ങനെ തന്നെയാണ് ഇവനെ എണീപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും അത് തന്നെ. ഇവനെ എണീക്കുന്നുണ്ടോയെന്ന് നോക്കിക്കേ. അപ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിൽ തിരിഞ്ഞു മറിഞ്ഞും ഒക്കെ കിടക്കുക. എല്ലാവരും ഇങ്ങനെ ചുറ്റിനും വന്ന് നിൽക്കുകയാണ്, ശ്രുതി എണീക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞിട്ട്. അപ്പോഴാണ് നമ്മുടെ സച്ചി അങ്ങോട്ട് വരുന്നത്. സച്ചി വരുന്ന വഴി നോക്കുമ്പോൾ എല്ലാവരും ശ്രുതിയുടെ റൂമിൻ്റെ വാതിക്കലുണ്ട്. ഉടനെ ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ രേവതിയോട്, എന്താ എല്ലാവരും ഇവിടെ വായും പൊളിച്ച് നിൽക്കുന്നത്, എല്ലാവരും എന്താ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയാണ്, അത് ശ്രുതി ഇതുവരെ കടയിൽ പോകാനായിട്ട് എണീറ്റിട്ടില്ല, അതുകൊണ്ടാണെന്ന് പറയുക. ആഹാ, അവനിപ്പോൾ എണീറ്റിട്ട് എന്ത് ഉണ്ടാക്കാനാ, അവനിവിടെ കിടക്കല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ ശ്രീകാന്ത് പറയുക, അല്ലല്ലോ ഇപ്പം കടയുണ്ടല്ലോ, കടയിൽ പോകണ്ടേ എന്ന് ചോദിക്കുക. ഓ, ഇവന് കട തുടങ്ങിയല്ലോ, ഇനിയിപ്പോൾ ഇവനിങ്ങനെ കിടന്നാൽ എങ്ങനെയാ? എന്നിട്ടെന്താ ഇവന് എണീക്കാത്തേ? എല്ലാവരും വിളിച്ചിട്ട് എണീക്കുന്നില്ലേന്ന് ചോദിക്കുക. അപ്പോൾ ചന്ദ്ര പറയാ, അവൻ ഇന്നലെ വന്ന് അവിടെ നിന്ന് ജോലിയെല്ലാം ചെയ്ത് ഭയങ്കര ക്ഷീണിച്ച് വന്ന് കിടന്നത് കാരണം അവൻ എണീക്കാൻ പറ്റുന്നില്ല, പാവ എൻ്റെ കുഞ്ഞ് എന്നൊക്കെ പറയാണ്. അപ്പോൾ രവി പറയാ, അവനെ എണീപ്പിക്കാൻ എല്ലാവരും ശ്രമിച്ചു, നിൻ്റെ അമ്മയാണെങ്കിൽ താരാട്ട് പാട്ട് പാടി ഉറക്കാനാണ് നോക്കുന്നത്, അവനെ എണീക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലെന്ന് പറയാം. അപ്പം സച്ചി പറയാ, ആഹാ, എണീക്കാത്തവനെ എണീപ്പിക്കാൻ ഇതാണോ മാർഗം? ഞാനിപ്പോൾ ശ്രുതി എണീപ്പിച്ച് തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് പോയി ജഗ്ഗിലിരിക്കുന്ന വെള്ളം എടുത്ത് ശ്രുതിയുടെ തലയിലേക്ക് ഒഴിക്കുക. അപ്പോഴത്തേക്ക് ശ്രുതി ചാടി എണീക്കുക. അയ്യോ, ഇതാ എന്നാടാ കാണിച്ചേ, എന്ത് വൃത്തികേടായി കാണിച്ചേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ സച്ചി പറയാ, നീ എണീക്കണമെങ്കിൽ ഇതേ മാർഗമുള്ളൂ, ഇപ്പം കണ്ടില്ലേ അവൻ എണീറ്റത്, അല്ലാതെ മോനെ പുന്നാരേന്നൊന്നും വിളിച്ചാലേ അവൻ എണീക്കില്ല, ഇനി എണീറ്റ് പോയി നിൻ്റെ കാര്യം നോക്കടാന്ന് പറയാം. എന്നേരം എല്ലാവരും അങ്ങ് പോവാണ്. സച്ചിയാണ് ആകെ മടി പിടിച്ച് എണീറ്റ്, ഹോ ഇനി കടയിൽ പോകണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എണീറ്റ് ഒക്കെ ഇരിക്കുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ രേവതി ആണെങ്കിൽ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുക. എന്തൊക്കെയോ കറികളൊക്കെ ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്ര അങ്ങോട്ട് വരിക. വന്നിട്ട് ചോദിക്കുക, രേവതി നീ എന്തെടുക്കുക ഇവിടെ എന്ന് ചോദിക്കുമ്പം രേവതി പറയുന്നുണ്ട്, അമ്മയ്ക്ക് കണ്ടൂടെ ഞാനിവിടെ പാചകം ചെയ്യുക എന്നുള്ളത്? ഓ, നീ ഇവിടെ പാചകം ചെയ്യുക അല്ലേ, എന്താ നീ ഉണ്ടാക്കുന്നത്? ഞാൻ ഇവിടെ വേണ്ട കറികളൊക്കെ ഉണ്ടാക്കുകയായിരുന്നെന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ ചന്ദ്ര പറയാണ്, കുറച്ച് പ്രത്യേക കറികൾ ഞാൻ പറയുന്നതൊക്കെ നീ ഉണ്ടാക്കണം എന്ന് പറയാം. അപ്പോൾ രേവതി ചോദിക്കുക, അതെന്താ അമ്മേ അങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ, അത് പ്രത്യേകിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ബിരിയാണി വെക്കണം, അതുപോലെ തന്നെ മട്ടൻ കറി വെക്കണം, അതുപോലെ കടയിൽ നിന്ന് മീൻ വാങ്ങിയിട്ട് അതൊരു മീൻ കറിയാക്കി വെക്കണം എന്നൊക്കെ പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ചിക്കൻ ബിരിയാണി വെച്ചിട്ട് അതും മട്ടൻ കറിയും കൂട്ടിയിട്ട് നമ്മുടെ ശ്രുതിക്ക് കൊടുക്കണം, അതുപോലെ വെജിറ്റബിൾ ബിരിയാണിയും പനീറും വേണം നമ്മുടെ ശ്രുതിക്ക്, അതൊക്കെ നീ ഉണ്ടാക്കണം എന്ന് പറയാണ്. അപ്പോഴേക്ക് രേവതി തിരിഞ്ഞു നിന്നിട്ട് പറയാ, എന്താ ഈ പറയുന്നത്? എല്ലാവർക്കും ഓരോരോ കൂട്ടം കറികൾ ഉണ്ടാക്കണമെന്നോ? എല്ലാവർക്കും കൂടി വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അത് പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കാം. മീൻ വാങ്ങിയിട്ട് വന്നാൽ മീൻ കറി വെച്ച് വെക്കാം, ബാക്കി എന്താ വേണ്ടതെന്ന് വെച്ചാൽ അച്ഛൻ എന്തെങ്കിലും പ്രത്യേകിച്ച് വേണമെങ്കിൽ അതുണ്ടാക്കാം, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് വേണോ, അങ്ങനെയാണെങ്കിൽ അത് ഞാൻ ഉണ്ടാക്കാം. അല്ലാതെ ഓരോരുത്തർക്കും പ്രത്യേകം കറികളൊന്നും ഉണ്ടാക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയാം. എന്താ നീ പറഞ്ഞത്? അവർക്ക് കടയിലേക്ക് പോകാനുള്ളതാണ്, ശ്രുതിക്കും ഒക്കെ കൊണ്ടുപോകേണ്ട ഫുഡാണത്, അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ എന്ന് ചോദിക്കുമ്പം രേവതി പറയാണ്, അതൊന്നും എനിക്ക് പറ്റിയില്ല. നിങ്ങളുടെ മൂത്ത മകന്, അതായത് ശ്രുതിയുടെ ഭർത്താവിന് ഞാനൊന്നും ഉണ്ടാക്കില്ല എന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ എന്ന് പറയാണ്. അപ്പോഴേക്കും ഉടനെ ചോദിക്കുക ചന്ദ്ര, അതെന്താ നീയൊന്നും ഉണ്ടാക്കിയാൽ
അവൻ സുധീയുടെ ഭർത്താവിന് ഉണ്ടാക്കണമെങ്കിൽ ശ്രുതിയോട് അമ്മ പറ, അവൾ വന്നുണ്ടാക്കട്ടെ എന്ന് പറയാ. അപ്പോൾ ഉടനെ ചന്ദ്രയ്ക്ക് ദേഷ്യം വരിക. ചന്ദ്ര പറയാ, അതെന്താ ശ്രുതി വന്നുണ്ടാക്കേണ്ടത്, അവൾക്ക് കടയിൽ പോകണ്ടേ, അതുകൊണ്ട് നീ അങ്ങ് ഉണ്ടാക്കിയാൽ മതി എന്ന് പറയാം. അപ്പോൾ രേവതിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. രേവതി പറയാണ്, ഞാൻ നേരത്തെ തന്നെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മൂത്ത മകന് വേണ്ടിയിട്ട് ഞാനൊരു സാധനം ഉണ്ടാക്കില്ലെന്ന്, ഞാൻ അങ്ങനെ ചെയ്യാറുമില്ലല്ലോ, പിന്നെ എന്താ ഇപ്പം ഇത്ര പ്രത്യേകത എന്ന് പറയുമ്പോൾ വീണ്ടും ചാടിച്ചോണ്ട് അങ്ങ് നിൽക്കുക ചന്ദ്ര. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എന്താ മൂത്ത മകന് വേണ്ടതെന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊടുത്തോണം, അതിനെന്നെ കിട്ടില്ല എന്ന് തീർത്ത് പറയാണ് ചന്ദ്രയുടെ നേരെ നോക്കി. എന്നിട്ട് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തിട്ട് ദേഷ്യപ്പെട്ടിട്ട് അങ്ങ് പോവുക. അപ്പോഴേക്കും ഉടനെ ചന്ദ്ര ഇത് പറയുമ്പം തന്നെ ചന്ദ്ര ഭയങ്കര മോശമായിട്ട് രേവതിയോട് പറയാം, നീ ഇപ്പം ഒന്നും ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞല്ലേ, അതെന്താടി മുറിക്കകത്ത് നിന്നെ കിടത്താത്തത് കൊണ്ടുള്ള വിഷമമായിരിക്കല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രേവതി ചോദിക്കുക, എന്താ അമ്മ ഈ പറയുന്നത്? അതെ, ഇന്നലെ നിനക്ക് മുറിക്കകത്ത് കിടക്കാത്തത് കൊണ്ടായിരിക്കും, പാവം സുധി ക്ഷീണിച്ച് അവിടെ കിടന്ന് ഉറങ്ങിയില്ലേ, നിനക്ക് നിന്റെ ഭർത്താവിനും കൂടെ മുറിക്കകത്ത് കിടക്കാൻ പറ്റിയില്ലല്ലോ, വെളിയിലല്ലേ കിടന്നത്, രാജകുമാരിക്ക് പ്രത്യേകം മുറി കിട്ടിയെങ്കിലേ ഉള്ളായിരിക്കും, ഇപ്പോൾ ഒറ്റ ദിവസം പോലും രണ്ടുപേർക്കും കൂടെ മുറിക്കകത്ത് കിടക്കാതെ ഇരിക്കാൻ വയ്യെന്നുള്ള അവസ്ഥയായി, എന്ത് പറയാനാ, വീട്ടുകാരങ്ങനെയല്ലേ വളർത്തി വിട്ടിരിക്കുന്നത്. അപ്പോൾ ഉടനെ നമ്മുടെ രേവതിക്ക് അത് ഫീൽ ചെയ്യാണ് കേട്ടോ, അങ്ങനെ ഒരു വല്ലാത്ത രീതിയിൽ പറയുമ്പോഴേക്കും. അപ്പോൾ ഉടനെ രേവതി പറയാം, അമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷേ ഇങ്ങനൊന്നും മോശമായിട്ട് സംസാരിക്കരുത്, എനിക്കിതിലും മോശമായിട്ട് സംസാരിക്കാനൊക്കെ അറിയാം, കാരണം ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടൊന്നുമല്ല, നിനക്ക് ഭർത്താവിനും കൂടെ ഒന്നിച്ച് കിടക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും അവനിന്ന് വെള്ളമെടുത്ത് സുധിയുടെ തലയിൽ രാവിലെ കമത്തിയത് എന്നൊക്കെ പറയുമ്പോൾ രേവതിക്ക് അങ്ങ് നാണക്കേട് തോന്നുകയാണ്. അപ്പം രേവതി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിൽക്കുക. അപ്പോൾ പറയുന്നുണ്ട്, ഓരോ വൃത്തികേടുകൾ പഠിപ്പിച്ച് വീട്ടുകാർ വിട്ടിരിക്കുക, അവളുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മുറിയിലല്ലേ അവൾ കിടന്ന് ഉറങ്ങിയത്, ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അവൾക്ക് പ്രത്യേക മുറി ഉണ്ടാക്കാൻ പറ്റാത്തതിൻ്റെ വിഷമമായിരിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ രേവതിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് രേവതി പറയുന്നുണ്ട്, അമ്മ എന്തായി പറയുന്നത്, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷേ ഞാൻ നിങ്ങളുടെ മൂത്ത മകന് ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കില്ല, അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരു കാര്യം അയാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യില്ല, വേണമെങ്കിൽ തന്നെ ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ സ്റ്റൗ ഒക്കെ നിർത്തിയിട്ട് അങ്ങ് പോയി മുറി പോകുമ്പോഴത്തേക്കും അവിടെ നിന്നോണ്ട് ചന്ദ്ര ഉറക്കെ വിളിച്ച് പറയാം, അവൾക്ക് ഇന്നലെ മുറി കിടക്കാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ്, ഓടിച്ചെല്ലടി, നിനക്ക് പ്രത്യേക മുറി ഞാൻ പണിത് വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ രേവതിക്ക് അങ്ങ് വല്ലാണ്ട് ഫീൽ ചെയ്യുക. രേവതി അവിടെ പോയി നിന്ന് കുറച്ച് നേരം കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിനൊക്കെ ശേഷം കാണിക്കുന്നത് നമ്മുടെ വീടിൻ്റെ വെളിയിൽ ഒരു വണ്ടി വന്ന് നിൽക്കുകയാണ് കേട്ടോ, എന്തോ ഒരു കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ സച്ചി കാറൊക്കെ തുടച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കുമാണ് എന്തോ ഒരു കൊറിയർ സർവീസുകാരാണ് കേട്ടോ. അപ്പോൾ സച്ചി ചോദിക്കുക, നിങ്ങളെന്താ വണ്ടി ഞങ്ങളുടെ വീടിൻ്റെ വാതൊക്കെ കൊണ്ടിട്ടിരിക്കുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ ഒരു കൊറിയറുണ്ട്, അത് തരാൻ വേണ്ടിയിട്ട് വന്ന ആ പാഴ്സൽ തരാൻ വേണ്ടി വന്നതാ എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ അകത്തുനിന്ന് ഇത് വലിച്ചെടുക്കുകയാണ്. അതെന്താന്ന് വെച്ചാൽ ആ സുധിയുടെ കടയിൽ നിന്ന് നമ്മുടെ മഹിമ വാങ്ങിച്ച ആ AC ഇല്ലേ, സെൻട്രലൈസ്ഡ് AC, അതാണ് കേട്ടോ. മഹിമ നേരെ അത് ഇങ്ങോട്ട് അയച്ചിരിക്കുക. അപ്പോൾ ഉടനെ സച്ചി പറയുന്നുണ്ട്, ഇതെന്തിനാ, ഞങ്ങൾക്ക് ഇവിടെ പാഴ്സലൊന്നും വരാനില്ലല്ലോ, പിന്നെ എന്താ, ഇത് നിങ്ങൾക്കുള്ള പാഴ്സലാണ്, ഇല്ല ഇത് AC, ഞങ്ങളാരും AC ഒന്നും വാങ്ങിയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അയാൾ കാണിക്കുകയാണ്, ഇത് വന്നിരിക്കുന്നത് രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾക്ക്, അയാൾ ഈ വീട്ടിലല്ലേ എന്ന് ചോദിക്കുമ്പം സച്ചി പറയാ, അതെൻ്റെ ആണോ സാറിൻ്റെ അച്ഛനാണോ, എന്നാൽ സാറിൻ്റെ അച്ഛന് വന്നിരിക്കുന്ന പാഴ്സലാണ് ഇത്, അത് അയച്ചിരിക്കുന്നത് ഒരു മധുസൂദനനാ എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും ഉടനെ തന്നെ പറയുന്നുണ്ട് സച്ചി, മധുസൂദനനോ, ഇതാ മഹിമയുടെ ഭർത്താവാണ്, വർഷയുടെ അച്ഛൻ, കൊള്ളാവല്ലോ, ഇയാളെന്തിനാ ഇങ്ങോട്ട് AC അയച്ചത്, അന്നേ അച്ഛൻ ഇവരോട് പറഞ്ഞതല്ലേ AC ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന്, എന്നിട്ട് അവർ വീണ്ടും ഇങ്ങോട്ട് ഇത് അയച്ചിരിക്കുന്നത് അച്ഛനെ നാണം കെടുത്താനാ, അച്ഛൻ പല പ്രാവശ്യം പറഞ്ഞതാ അങ്ങനെ ഒരു AC ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന്, എന്നിട്ടും അവരവിടുന്ന് അത് വാങ്ങി ഇങ്ങോട്ട് വീണ്ടും പാഴ്സൽ അയച്ചിരിക്കുന്നു, ഇത് വേണ്ട ഇവിടെ. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട് കൊറിയറുകാരുടെ, ഇത് തിരിച്ചു കൊണ്ടുപോകോ, ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയാൽ മതി, അവർ വണ്ടിക്കൂലിക്കൊക്കെ പൈസ തന്നോളും, നിങ്ങൾ കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ അയാൾ പറയും, അയ്യോ അങ്ങനെ ഞങ്ങൾക്ക് കൊണ്ടുപോകാനൊന്നും പറ്റില്ല, ഇത് പാഴ്സൽ വന്നാൽ അത് ഡെലിവറി ചെയ്യേണ്ടതാണ് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് പറയാം, ഈ നമ്പറിൽ നിങ്ങൾ തന്നെ വിളിച്ച് പറഞ്ഞോ, ആ വന്നിരിക്കുന്ന സ്ഥലത്തെ നമ്പർ ഉണ്ടെന്ന് പറയാം, എന്നാൽ ഇങ്ങോട്ടും ആ നമ്പർ ഞാൻ തന്നെ ഇപ്പം തന്നെ വിളിച്ച് പറഞ്ഞോളാം കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് സച്ചി ആ നമ്പർ ഇങ്ങ് വാങ്ങിക്കുക. സച്ചി നമ്പർ വാങ്ങിച്ചിട്ട് വിളിക്കുകയാണ്, മഹിമയുടെ ഭർത്താവിൻ്റെ നമ്പറാണ് മധുസൂദനൻ. അപ്പോൾ ആ ഫോൺ മഹിമയോട് എടുക്കാൻ പറയുകയാണ് അയാൾ. അപ്പോൾ മഹിമ പോയിട്ട് ഫോൺ എടുത്തിട്ട് ഹലോ എന്ന് വയ്ക്കുകയാണ്. അപ്പോൾ ചോദിക്കുക, മധുസൂദനനെ വിളിച്ചിട്ട് നിങ്ങളാരെ ഈ ഫോൺ എടുത്തിരിക്കുന്നത് എന്ന് ദേഷ്യത്തോടെ സച്ചിയുടെ ആ ഒരു സ്ഥിരം രീതിയിൽ വിളിക്കുക. അപ്പോഴേക്കും പറയുന്നുണ്ട്, ഞാൻ അങ്ങേരുടെ ഭാര്യയാണെന്ന് പറയുകയാണ്.
ഓ നിങ്ങളായിരുന്നല്ലേ, വർഷയുടെ അമ്മയാണല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് അതെ വർഷയുടെ അമ്മയാ, നീ ആരാന്ന് ചോദിക്കുക. ഞാൻ സച്ചിയാണെന്ന് പറയാം. എന്താ സച്ചി വിളിച്ചതെന്ന് ചോദിക്കുക. നിങ്ങൾ ഇങ്ങോട്ട് AC വാങ്ങിച്ച് കൊടുത്ത് വിട്ടിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് അത് ഞാൻ അങ്ങോട്ട് വാങ്ങി തന്നതാ, അവിടത്തേക്ക് ഒരു ഗിഫ്റ്റായിട്ട് തന്നതാ, അതിനിപ്പോൾ എന്താണെന്ന് ചോദിക്കുക അവർ. അപ്പോൾ ഒന്ന് സച്ചി പറയാതെ ഇവിടെ AC ഒന്നും വേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതല്ലേ, എൻ്റെ അച്ഛനെ മാനം കെടുത്താനാണോ നിങ്ങൾ പിന്നെ AC വാങ്ങി കൊടുത്തു വിട്ടത്? അച്ഛൻ അന്ന് നിങ്ങൾ വന്നപ്പോൾ നിങ്ങളോടല്ലേ പറഞ്ഞത് ഇവിടെ AC കൊണ്ടുവരണ്ടാന്ന്. ഇനിയിപ്പോൾ ഇതും കൊണ്ട് വരുമ്പം അച്ഛനാകെപ്പാടെ ഒരു വിഷമാവും, അതുകൊണ്ട് ഇത് വേണ്ട. അപ്പോൾ അവർ പറയാം അയ്യോ അവിടെ ഭയങ്കര ചൂടാ, അന്ന് ഞങ്ങൾ അവിടെ വന്ന് നിന്നതല്ലേ, അപ്പോൾ ആ ചൂട് ഞാൻ അനുഭവിച്ചതാ, ആ ചൂടത്ത് നിങ്ങളൊക്കെ എങ്ങനെയാണ് ഇത് സഹിച്ച് ജീവിക്കുന്നത്? അപ്പോൾ സച്ചി പറയാം ഞങ്ങളൊക്കെ ചൂടത്ത് തന്നെയാണ് ജീവിക്കുന്നത്, ഞങ്ങൾക്കതൊന്നും വലിയ ചൂടായിട്ടൊന്നും തോന്നിയിട്ടില്ലെന്ന് പറയാം. അപ്പോൾ പറയുന്നുണ്ട് ഞാൻ വർഷയ്ക്കും കൂടി വേണ്ടി ഒരു ഗിഫ്റ്റായിട്ട് കൊടുത്തതാ, കാരണം വർഷയെ ആ വീട്ടിലല്ലേ ജീവിക്കുന്നത്, അവൾക്ക് ഈ ചൂടൊന്നും താങ്ങാൻ പറ്റില്ല എന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയാം ഓ വർഷയ്ക്ക് ചൂട് താങ്ങാൻ പറ്റില്ലെങ്കിൽ അവൾ എന്തിനാ ശ്രീകാന്തിനെ വിവാഹം കഴിച്ചത്? ശ്രീകാന്തിൻ്റെ വീട് അതാന്ന് അറിയില്ലേ അവൾക്ക്? അങ്ങനെയുള്ളപ്പം അതൊക്കെ അറിഞ്ഞല്ലേ അവൾ വിവാഹം കഴിച്ചത്. പിന്നെ എന്തിനാ ഈ AC? അവൾക്ക് കൂടി ഒരു ഗിഫ്റ്റായിട്ട് തന്നതാ, അതെന്തിനാ ഇനി ഇങ്ങോട്ട് തിരിച്ചയക്കുന്നതെന്ന് മഹിമ ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട് അത് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്കൊരു AC വാങ്ങാൻ നിവൃത്തിയില്ലാഞ്ഞിട്ടൊന്നും അല്ല, ഞങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ ഞങ്ങളുടെ അച്ഛന് ഞങ്ങൾ 3 ആൺമക്കളുണ്ട്, ഞങ്ങൾ 3 പേരും കൂടെ വിചാരിച്ചാൽ ഒരു സെൻട്രലൈസ്ഡ് AC ഒക്കെ വയ്ക്കാം, പക്ഷെ അതിവിടെ ഒരു അത്യാവശ്യമല്ലാന്ന് തോന്നിയത് കൊണ്ടാണ് ഞങ്ങളതിലേക്കൊന്നും കടക്കാത്തത് എന്ന് സച്ചി പറയാണ്. അപ്പോൾ മഹിമ പറയുന്നുണ്ട് അതിനെന്താ, ഞാൻ എൻ്റെ മോക്കൊരു ഗിഫ്റ്റ് കൊടുത്തല്ലേ, അത് അവിടെ കൊണ്ട് വെച്ചെന്ന് വെച്ച് എന്താണെന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ സച്ചി പറയാം നിങ്ങളുടെ മോക്ക് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ സ്വർണ്ണമായിട്ടോ തുണിയായിട്ടോ എന്തെങ്കിലുമൊക്കെ കൊടുത്തോ, അല്ലാതെ വീട്ടിലേക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സാധനമൊന്നും നിങ്ങളുടെ മോക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കണ്ട. ഞങ്ങൾ ബാക്കിയുള്ളവരും ആ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്, ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല, ഇത് ഞങ്ങൾക്കൊരു കുറച്ചിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ അച്ഛൻ പല പ്രാവശ്യം ഇത് നിങ്ങളോട് പറഞ്ഞതല്ലേ, പിന്നെ അച്ഛനെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ AC കൊണ്ടുവന്നത്? ദേ ആ AC ഞാൻ അങ്ങോട്ട് തിരിച്ചയക്കുക, ദേ ഇവിടെ ഡെലിവറിക്കാരുണ്ട്, അങ്ങോട്ട് കൊണ്ടുവന്നോളൂ ഇപ്പം കേട്ടോ എന്ന് പറഞ്ഞ് സച്ചി അങ്ങ് ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോഴേക്കും മഹിമയ്ക്ക് ആപ്പാടെ അങ്ങ് ദേഷ്യവും വിഷമവും ഒക്കെ ആവുകയാണ്, കൊടുത്തു വിട്ടത് ഇനി തിരിച്ച് കൊണ്ടുവരികയാണല്ലോ, എങ്ങനെയെങ്കിലും ഒന്ന് അപമാനിക്കാമല്ലോ, എങ്ങനെയെങ്കിലും ഒന്ന് പൊങ്ങച്ചം കാണിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ മഹിമ ഇത് കൊടുത്തു വിടുന്നത്. ആ പൊങ്ങച്ചെല്ലാം തീർന്നല്ലോ, സച്ചി പൊട്ടിച്ചല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ വിഷമായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും ഉടനെ മധുസൂദനൻ ചോദിക്കുന്നുണ്ട് അതെ എന്താ തനിക്ക് പറ്റിയത്, എന്താ വിഷമിച്ചിരിക്കുന്നേ, ആരാ വിളിച്ചതെന്നൊക്കെ ചോദിക്കുമ്പം പറയാണ് അത് സച്ചിയാണ് വിളിച്ചത്. അവനെന്തിനാ ഇപ്പം വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ പറയാണ് ഞാൻ ആ AC അങ്ങോട്ട് കൊടുത്തു വിട്ടില്ലേ, അത് അവൻ ഇങ്ങോട്ട് റിട്ടേൺ ചെയ്തു, അതുകൊണ്ട് വിളിച്ചതാ. ഷോ നമുക്ക് നാണക്കേടായി, ഞാൻ ആ AC വാങ്ങി മോക്ക് കൊടുത്തു വിട്ടതാ, അവനത് തിരിച്ചയച്ചു എന്ന് പറയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് പറയുമ്പം മധുസൂദനൻ പറയാണ് അതേതായാലും നല്ല കാര്യമാണ്, ഉർവശി ശാപ ഉപകാരം എന്ന് പറഞ്ഞ പോലെ ആയി എന്ന് പറയാണ്. അപ്പം മഹിമ ചോദിക്കുന്നുണ്ട് അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്, എന്തുപകാരം അതുകൊണ്ടുണ്ടായത്, നമുക്ക് നാണക്കേടല്ലേ ഉണ്ടായത്, അവരുടെ മുമ്പിൽ ഒന്ന് ആളാവാന്ന് വെച്ച് ഞാൻ ചെയ്തതാ, അതിപ്പോൾ ഇങ്ങനെയായി പോയല്ലോ എന്ന് പറയുമ്പം മധുസൂദനൻ പറയണേ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ആ സച്ചിയല്ലേ വിളിച്ച് പറഞ്ഞത്, സച്ചി വിളിച്ച് പറഞ്ഞത് കൊണ്ട് തന്നെ AC അവിടെ ചെന്ന വിവരം ആരും അറിഞ്ഞിട്ടുണ്ടാവുകയല്ല, സച്ചി അറിഞ്ഞപ്പോൾ തന്നെ അവനത് തിരിച്ചയച്ചിട്ടുണ്ടാവും, അത് രവിയോ അതുപോലെ വർഷയോ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. അതെങ്ങനെ നിങ്ങൾക്കറിയാം ആ വീട്ടിൽ ആരും അത് അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന്? അത് ഉറപ്പല്ലേ, അങ്ങനെ ആരെങ്കിലും അറിഞ്ഞ് രവിയാണ് അത് തിരിച്ചയക്കുന്നതെങ്കിൽ നമ്മുടെ മോളെ കൊണ്ട് ഇങ്ങോട്ട് വിളിപ്പിച്ചേനെ, മോള് നമ്മളോട് വിളിച്ച് കാര്യങ്ങളും പറഞ്ഞേനെ, ഇതിപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, അപ്പോൾ പിന്നെ അത് തിരിച്ചയച്ചിരിക്കുന്നത് സച്ചിയാണ്, ആ AC അവിടെ വന്ന വിവരം വീട്ടിൽ ആരും അറിഞ്ഞിട്ടുമില്ല എന്ന് പറയാണ്. അപ്പോൾ മഹിമ പറയുന്നുണ്ട് അങ്ങനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കെന്താ പ്രയോജനം, അതുകൊണ്ട് എന്ത് ഉപകാരം ഉണ്ടാകുന്ന നിങ്ങൾ പറയുന്നേ എന്ന് ചോദിക്കുമ്പോൾ പറയാണ് നീ അതൊരു കാര്യം ചെയ്യേ, ആ AC നീ വാങ്ങിയത് അവരുടെ കടയിൽ നിന്ന് തന്നെയല്ലേ, അതെ അത് നമുക്ക് അങ്ങോട്ട് തിരിച്ചു കൊടുക്കണം, അത് തിരിച്ചു കൊടുത്തിട്ട് എന്താ കാര്യം, അതെ തിരിച്ചു കൊടുക്കുമ്പം ചേട്ടനും അനിയനും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവും, നീ അത് മനസ്സിലാക്കിക്കോണമെന്ന് പറയാണ്. അപ്പോൾ ഉടനെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മഹിമ അത് തിരിച്ചു കൊടുത്താൽ എങ്ങനെ പ്രശ്നം ഉണ്ടാവുമെന്ന് നിങ്ങൾ പറയുന്നത്? അതേ എടി നമ്മൾ ആ കടയിലെ ആദ്യത്തെ കച്ചവടമായിരുന്നു നമ്മുടെ AC, ഒരു നല്ല കച്ചവടം, അതിപ്പോൾ വേണ്ടാതെ ആയിട്ട് നമ്മളത് തിരിച്ച് റിട്ടേൺ ചെയ്യുമ്പം ആ പണം അവർ തിരിച്ചു തരണ്ടേ, അത് സുധിയെ ബാധിക്കുകയും ചെയ്യും, സുധിക്ക് അത് വല്ലാതെ ബുദ്ധിമുട്ടാവും, അല്ലെങ്കിലും സുധിയും സച്ചിയും തമ്മിൽ അത്ര നല്ല രസത്തിലൊന്നും അല്ലെന്ന് നിനക്കറിയാമല്ലോ, അങ്ങനെ ആവുമ്പം സുധി അത് ബാധിച്ചു കഴിയുമ്പം സുധി അത് വീട്ടിൽ ചെന്ന് പറയുകയും സച്ചിയായിട്ട് പ്രശ്നം ഉണ്ടാകുകയും ചെയ്യും,
അങ്ങനെ ചേട്ടനും അനിയനും തമ്മിലൊരു വഴക്കുണ്ടാവും. അതിൻ്റെ പേരിൽ ചന്ദ്ര ചേട്ടൻ്റെ കൂടെയേ നിൽക്കുള്ളൂ. എന്നിട്ട് നീ ചന്ദ്രയെ വിളിച്ചിട്ട് പറയണം ഇക്കാര്യങ്ങളൊക്കെ എന്ന് പറയാണ്. അപ്പം ഉടനെ തന്നെ മഹിമ പറയണം, ആ ചന്ദ്രയോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പം മധുസൂദനൻ പറയുന്നുണ്ട്, അതെ ചന്ദ്രയോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ AC ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നു, സച്ചി ഇങ്ങോട്ട് വിട്ടു. ഇനിയിപ്പോൾ അത് തിരിച്ചെടുക്കാനൊന്നും ചന്ദ്ര പറഞ്ഞ രവി കേൾക്കത്തൊന്നുമില്ല. അവർ വെറും വേസ്റ്റാ. അവരെ കൊണ്ടിങ്ങനെ വളാ പുളാന്ന് പറയാനേ പറ്റുള്ളൂ എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും ഉടനെ മഹിമ പറയുന്നുണ്ട്, എന്നിട്ട് ഇനിയിപ്പം അങ്ങനെ അവർ തമ്മിൽ വഴക്കുണ്ടായിട്ട് എന്താ? എടി അവർ തമ്മിൽ വഴക്കുണ്ടായാലല്ലേ നമുക്ക് പ്രയോജനമുള്ളൂ. നമ്മുടെ മോളെയും മോനെയും കൂടെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്ന് നിർത്താം. എന്നും വഴക്കുണ്ടാവും അലമ്പും ഉണ്ടാവുന്ന ആ വീട്ടിൽ എങ്ങനെ അവർ താമസിക്കും? ആ പേരും പറഞ്ഞ് നമുക്ക് മോളെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരാം. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? അല്ലാതെ അവരിപ്പോൾ കുറച്ച് AC-ക്കകത്തിരുന്ന് പളപളാന്നിരുന്നിട്ട് നമുക്ക് എന്ത് പ്രയോജനം കിട്ടാനാ? എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നീ ചിന്തിക്കേ. അങ്ങനെ ബുദ്ധിപൂർവ്വം കളിക്കാൻ ശ്രമിക്കും മഹിമേ നീ എന്ന് അയാൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ മഹിമേ പറയാ, ശരിയാ, അടുത്ത ദിവസം തന്നെ ഞാനത് കടയിൽ കൊണ്ടുപോയിട്ട് റിട്ടേൺ ചെയ്യും. ശ്രുതിയുടെയും കടയിൽ അവർക്കൊരു പണി കൊടുത്തിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്ന് വിചാരിക്കുകയാണ് മഹിമ. അതേസമയം നമ്മുടെ സച്ചിയാണെങ്കിൽ റിട്ടേൺ അടിക്കാൻ പറയാണ്, ഇത് കൊണ്ടുവന്ന ആ അഡ്രസ്സിൽ തന്നെ ഈ സാധനം തിരിച്ചു കൊണ്ട് കൊടുത്തേക്കണം. അവിടെ ചെന്നാൽ അവർ വണ്ടിക്കൂലിയൊക്കെ തരുവന്നേ, ഇത് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ആവശ്യപ്പെട്ടിട്ടല്ല അവരിങ്ങോട്ട് അയച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കൊറിയറുകാരെ അത് കയറ്റി പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൊറിയർ വരാൻ നോക്കി നിൽക്കുകയാണ് നമ്മുടെ മഹിമ. അങ്ങനെ കൊറിയർ വന്ന് കഴിയുമ്പോഴേ നമ്മുടെ മഹിമ പറയുന്നുണ്ട്, ഇത് നേരെ ഞാൻ ശ്രുതിയുടെയും കടയിൽ കൊണ്ടുചെല്ലും. അവിടെ ചെന്ന് റിട്ടേൺ അടിക്കും, പൈസ തിരിച്ചു തരാൻ ആവശ്യപ്പെടുകയും ചെയ്യും. സച്ചി ഇത് തിരിച്ചയച്ച വിവരം പറയുകയും ചെയ്യും. ആകെ മൊത്തം പ്രശ്നമാക്കും എന്നുള്ള രീതിയിൽ അവരും ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് കടയിലിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതി. അപ്പോൾ ഒരു ഡീലർ വന്നിട്ട് പറയുന്നുണ്ട് ശ്രുതിയോട്, നല്ല കച്ചവടമൊക്കെയാണല്ലോ സാറേ, എന്തായാലും ഇവിടെ നല്ല സ്ഥലമാണ്, ഇവിടെ നല്ല കച്ചവടവും നല്ല കസ്റ്റമേഴ്സും ഒക്കെ ഉണ്ട്. സാറിൻ്റെ ബിസിനസ് വെച്ചടി കയറ്റം ഉണ്ടാവും. നേരത്തെ ഇവിടെ ഇരുന്ന ആളില്ലേ, അയാളും ആ ഉടമസ്ഥനും ഇതുപോലായിരുന്നു, നല്ല കച്ചവടമൊക്കെ ആയിരുന്നു. പിന്നെ അയാൾക്ക് പ്രായമായപ്പം അയാൾ അതങ്ങ് വേണ്ടെന്ന് വച്ചെന്നേ ഉള്ളൂ. അപ്പോൾ സാറ് ഏതായാലും നല്ല രാശിയുള്ള ആളാ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ശ്രുതി അങ്ങ് പൊങ്ങിപ്പോവാണ്. ശ്രുതി പറയാണ്, ആ ഓണറേക്കാളും നല്ലൊരു ഓണറാവും ഞാൻ, അതിൻ്റെ 4 ഇരട്ടി കച്ചവടം ഞാൻ നടത്തും, കണ്ടോണം താൻ, ഞാൻ വെച്ചടി കയറ്റം ഉണ്ടാവും എനിക്ക്, ഒരുപാട് സ്ഥലത്ത് ഒരുപാട് ബ്രാഞ്ചുകൾ ഞങ്ങൾ തുടങ്ങും എന്നൊക്കെ അയാളോട് പറയുക. എന്നിട്ട് അയാൾക്ക് പണമൊക്കെ കൊടുത്ത് വിടുന്നുണ്ട് കേട്ടോ. അയാൾ കൊടുത്ത സാധനത്തിൻ്റെ, നിങ്ങളുടെ സാധനങ്ങൾ ഇനിയും ഇവിടെ തന്നെ കൊണ്ടുവരണം, ഏത് പ്രൊഡക്റ്റ് വന്നാലും ഞങ്ങളുടെ കട വഴി വിറ്റഴിക്കുക, അതുകൊണ്ട് ഇവിടെ കൊണ്ടുവരണം എന്നൊക്കെ അയാളോട് പറയാണ്. അയാളാണെങ്കിൽ ശ്രുതി ഒന്ന് സോപ്പിട്ട് പണമൊക്കെ വാങ്ങി പോവുക. അതേസമയം നമ്മുടെ ശ്രുതിയാണ് എല്ലാവരെയും കസ്റ്റമറെയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് സാധനങ്ങളൊക്കെ. അപ്പം ശ്രുതിയുടെ അടുത്തേക്ക് വരുമ്പം ശ്രുതി ചോദിക്കുക ശ്രുതിയോട്, ശ്രുതി ആ കസ്റ്റമർ സാധനമൊക്കെ വാങ്ങുമെന്ന് ചോദിക്കുക. അത് ഉറപ്പാണ്, പക്ക കസ്റ്റമർ അത് വാങ്ങും, ഉറപ്പാണ്. എന്തായാലും നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. വർഷയുടെ അമ്മയുടെ കൈനീട്ടം നന്നായിട്ടുണ്ട്. വർഷയുടെ അമ്മയല്ലേ നമ്മൾക്ക് ആദ്യം AC വാങ്ങിയത്. ആ കൈനീട്ടം കിട്ടിയതോടുകൂടി നമുക്ക് നല്ല കച്ചവടം തന്നെയാണ്, ഇക്കണക്കിന് പോയാൽ നമ്മൾ പൊളിക്കും എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ നിൽക്കുമ്പോഴാണ് കേട്ടോ വർഷയുടെ അമ്മ വരുന്നത്. അപ്പോഴേക്കും ഉടനെ തന്നെ പറയാണ്, ആഹാ മഹിമാൻറ്റി വന്നോ എന്ന് ചോദിക്കുക നമ്മുടെ ശ്രുതി. അപ്പോൾ പറയാണ്, ഞങ്ങളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ വർഷയുടെ അമ്മയെക്കുറിച്ചിട്ട്, 100 നാവാ ഞങ്ങൾക്ക് പറയാൻ, ഞങ്ങളുടെ ആദ്യത്തെ കസ്റ്റമറല്ലേ, അതുകൊണ്ട് തന്നെ 100 ആയുസുണ്ട് ആൻറ്റിക്ക് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സോപ്പിടുക രണ്ടുപേരും കൂടെ. അപ്പോഴേക്കുമാണ് കേട്ടോ നമ്മുടെ AC തള്ളിക്കൊണ്ട് വരുന്ന കാണുന്നത്. അപ്പോൾ ഉടനെ തന്നെ ശ്രുതിയോട് ചോദിക്കും, ഇതെന്താ ശ്രുതി, AC വല്ലതും പാഴ്സൽ പോകാനുണ്ടോ, എന്തെങ്കിലും കൊറിയറിൽ കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും കസ്റ്റമർ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇല്ല ഒന്നുമില്ലല്ലോ, പിന്നെ എന്താ ഇതിങ്ങനെ വന്നത് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പം ഉടനെ മഹിമ പറയാണ്, അതെ അത് ഞാൻ വാങ്ങിക്കൊണ്ട് പോയ AC-യാണ്, അത് ഞാൻ റിട്ടേൺ അടിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാന്ന് പറയാം. അത് കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതിയും അങ്ങ് ഞെട്ടിയിട്ട് ശ്രുതി ചോദിക്കുക, അതെന്താ ആൻറ്റി അത് കൊണ്ടുവന്നേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അതോ കൂളിങ് കുറവാണോ, എന്താ കാര്യം, അത് തിരിച്ചു കൊണ്ടുവരാൻ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പം മഹിമ പറയണം, അത് ഞാനൊന്ന് പൊട്ടിച്ചു പോലും നോക്കിയിട്ടില്ല ശ്രുതി എന്ന് പറയാം. പിന്നെ എന്താ ആൻറ്റി റിട്ടേൺ ചെയ്യുന്നത്, ആദ്യമായിട്ട് കടയിൽ നിന്ന് വാങ്ങിയ സാധനമല്ലേ, അത് പിന്നെ റിട്ടേൺ ചെയ്യുന്നത് എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ മഹിമ പറയുക, എനിക്കത് റിട്ടേൺ ചെയ്യണം, എനിക്ക് ആ പണം തിരികെ വേണമെന്ന് പറയണം. അതെന്താ ആൻറ്റി അങ്ങനെ, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിയതല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ മഹിമ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിയതൊന്നുമല്ല, നിങ്ങളുടെ വീട്ടിലേക്ക് തന്നുവിടാൻ വേണ്ടി, വർഷയ്ക്ക് സമാനമായിട്ട് തന്നുവിടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാ
എന്ന് പറയാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുക, എന്നിട്ട് പിന്നെ റിട്ടേൺ അടിച്ചെന്താ? അത് ഞാൻ കൊടുത്തു വിടുകയും ചെയ്തു. അത് നമ്മുടെ സച്ചി അത് തിരിച്ചയച്ചു. ഞങ്ങൾക്കതൊരു അപമാനമായി പോയി. സച്ചി കൊറിയറുകാരുടെ കയ്യിൽ അത് തിരിച്ചയച്ചു. അതെനിക്ക് തോന്നുന്നത് ശ്രുതിയുടെ കടയിൽ നിന്ന് വാങ്ങിയ AC ആയതുകൊണ്ട് ആ സച്ചി അങ്ങനെ ചെയ്തതെന്നാ. അല്ലെങ്കിൽ പിന്നെ സച്ചിക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? നിങ്ങളുടെ കടയിൽ നിന്ന് ആദ്യം ഞങ്ങൾ വാങ്ങിയ AC ആണ് അതെന്ന് സച്ചിക്ക് അറിയാം. എന്നിട്ടും അവൻ തിരിച്ചയച്ചപ്പം അതിൻ്റെ അർത്ഥം എന്താ? പിന്നെ ഇതിപ്പം ഞങ്ങളുടെ വീട്ടിൽ അധികപ്പറ്റ. കാരണം ഞങ്ങൾക്ക് എല്ലാ റൂമിലും AC ഉണ്ട്, സെൻട്രലൈസ്ഡ് AC ഉണ്ട്. പിന്നെ ഇനിയിപ്പം ഇതാ വീടിൻ്റെ ഒരു മൂലയിൽ കൊണ്ടുവയ്ക്കാം. ഇത്രയും പണം കൊടുത്ത് വാങ്ങിയ സാധനം വീടിൻ്റെ മൂലയിൽ വെക്കാൻ പറ്റുമോ? ആവശ്യമില്ലാത്ത സാധനം റിട്ടേൺ ചെയ്യാമെന്നല്ലേ ഞങ്ങൾ പാക്കറ്റ് പോലും പൊട്ടിച്ചിട്ടില്ല. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ അതങ്ങ് എടുത്തിട്ട് ആ എമൗണ്ട് ഇങ്ങ് തിരിച്ചു തന്നാൽ പ്രശ്നമില്ലായിരുന്നു എന്ന് പറയുക കേട്ടോ. അപ്പം നമ്മുടെ ശ്രുതി അവിടെ ഒന്ന് വിയർക്കുക. ഇനി ഇപ്പം അങ്ങോട്ട് പ്രശ്നങ്ങൾ തുടക്കം ഇടുകയാണ്. സച്ചിയായിട്ട് അതിൻ്റെ പേരിൽ അവിടെ ചെന്നിട്ട് ഇനി വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാകുകയും ചെയ്യും കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്